എല്ലാവർക്കും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ലേൺ ഫ്രം ഡാറ്റ എന്നുള്ളതിന്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾസുകളാണ്. ഹൗ ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് ഓർ ഡാറ്റ. നമ്മുടെ ലേണിങ്ങിനെ രണ്ട് തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, രണ്ടാമത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതിന്റെ ഡിഫറൻസുകൾ എന്താണ് എന്ന് പറയാം. നമുക്കറിയാം, നമുക്കൊരു ഡാറ്റ സെറ്റ് ഉണ്ട്. ഡാറ്റ സെറ്റിൽ നിന്നും ലേൺ ചെയ്യുന്നതിന്റെ മെത്തേഡുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ പ്രത്യേകതകൾ എന്തെന്നാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ട്രെയിനിങ് ഡാറ്റ അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് കിട്ടുന്നത് കറക്റ്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ ലേബിൾഡ് ഡാറ്റ ഉണ്ടായിരിക്കും. ഒരു ട്രെയിനിങ് ഡാറ്റ സെറ്റിൽ വിത്ത് കറക്റ്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ ലേബിൾഡ് ഡാറ്റ സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. രണ്ടാമത്, ഈ ട്രെയിനിങ് ഡാറ്റ ഉപയോഗിച്ചാണ് നമ്മൾ അൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്നത്. മൂന്നാമത്, ഈ അൽഗോരിതം ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഡാറ്റ വിത്തൗട്ട് കറക്റ്റ് ആൻസേഴ്സ്, അതായത് ടെസ്റ്റിംഗ് ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഡാറ്റ സെറ്റിൽ നമ്മൾ ഈ സൂപ്പർവൈസ്ഡ് അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യും. എന്നാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ട്രെയിനിങ് ഡാറ്റ സെറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ട്രെയിനിങ് ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഫ്രോഡ് ഡിറ്റക്ഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻ ഫ്രോഡ് എന്ന് അതിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നും നമ്മളൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം ഉപയോഗിച്ച് അൽഗോരിതം ഡെവലപ്പ് ചെയ്യുകയും പിന്നെ കുറച്ച് ഡാറ്റ അതിൽ ഏത് ട്രാൻസാക്ഷൻ ആണ് ഫ്രോഡ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അതിൽ തന്നെ നമ്മുടെ അൽഗോരിതം ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് കിട്ടും. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ചെയ്യുന്നത്. എന്നാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമുക്ക് ഇത്തരം ലേബിൾഡ് ട്രെയിനിങ് ഡാറ്റ അവൈലബിൾ അല്ല. നമുക്ക് എന്താണോ ഡാറ്റ സെറ്റ് അത് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഈ ഡാറ്റയെ നമ്മുടെ അൽഗോരിതത്തിലോട്ട് ഫീഡ് ചെയ്യും. ദെൻ ആ അൽഗോരിതത്തിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു പാറ്റേൺസ് ഇത് ഐഡന്റിഫൈ ചെയ്യുകയും ആ പാറ്റേൺസിനെ നമ്മൾ ലേൺ ചെയ്യുകയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ സംഭവിക്കുന്നത്. ലേൺ ഫ്രം പാറ്റേൺസ് എന്ന് പറയുന്നത് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ലേൺ പാറ്റേൺസ് ഫ്രം അൺലേബിൾഡ് ഡാറ്റ. സോ നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് മെഷീനെ ട്രെയിൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടിയെ കാറിനും ബസ്സിനെയും തിരിച്ചറിയാൻ നിങ്ങൾ പഠിപ്പിച്ചു വയ്ക്കുക. കുറെ കാറിന്റെ മോഡൽ കാണിച്ച് ഇതെല്ലാം കാറാണെന്നും കുറെ ബസ്സിന്റെ മോഡലുകൾ കാണിച്ച് ഇതെല്ലാം ബസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് സൂപ്പർവൈസ്ഡ് ട്രെയിനിങ് ആണ്. നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ഡിവൈസിനെയും കാണിച്ചു കൊടുത്ത് ഇതെന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സൂപ്പർവൈസ്ഡ് ട്രെയിനിങ്ങിന് എക്സാമ്പിൾ ആണ്. സോ ഇവര് പഠിച്ചു എന്ന് നമ്മൾ എങ്ങനെ വാലിഡേറ്റ് ചെയ്യും? നമ്മൾ ഒരു ബസ്സിന്റെ ചിത്രം കാണിച്ചിട്ട് ഇത് എന്താണ് എന്ന് കുട്ടിയോട് ചോദിക്കും. അപ്പൊ കുട്ടി അത് ബസ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പഠിച്ചു. അതെല്ലാം കാറാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവനെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ചെയ്യുന്നത് നമുക്ക് എറർ സംഭവിച്ച എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ച പോലെയുള്ള ഒരു പഴയ കാറിന്റെ മോഡൽ കാണിച്ച് കുട്ടിയോട് ഇത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് സംശയമാണ്, ഇത് കാറാണോ ബസ്സാണോ എന്നൊരു സംശയം ഉണ്ടാവും. അവിടെയാണ് റീട്രെയിനിങ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? നമ്മൾ അവരെ വീണ്ടും ട്രെയിൻ ചെയ്യും. ഇതല്ലെങ്കിൽ പറയും, ഈ ഇമേജിൽ കാണുന്നത് വീണ്ടും അല്ലെങ്കിൽ ഇതൊരു കാറാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ഇതിനെയാണ് റീട്രെയിനിങ് എന്ന് പറയുന്നത്. എപ്പോഴും എറേഴ്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്സിനെ ബേസ് ചെയ്തിട്ടാണ് റീട്രെയിനിങ് നടക്കുന്നത്. അപ്പൊ ലേണിംഗ് സൈക്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. രണ്ടാമത് വാലിഡേഷൻ നടക്കുന്നു. അതായത് അവർ പഠിച്ചോ എന്ന്, ലേൺ ചെയ്തോ എന്ന് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നു. അതിൽ ഓക്കെ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു. അല്ല, കൂടുതൽ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ റീട്രെയിനിങ് നടത്തുന്നു. ആണ് ലേണിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ലേണിംഗ് കുറെ ഇഷ്യൂസ് കൂടി ഉണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലേണിംഗ് നടക്കുന്നത്. ഡാറ്റ പലപ്പോഴും നോയ്സി ആകാം. നോയ്സി എന്ന് പറയുന്നത് NaN വാല്യൂസ്,
നൾ വാല്യൂസ്, സീറോ വാല്യൂസ് അല്ലെങ്കിൽ എറർ ഡാറ്റയെല്ലാം ഇതിൽ സംഭവിക്കാം. പിന്നെ പലപ്പോഴും ട്രെയിനിങ് ഡാറ്റ എന്നുള്ളത് ബയാസ്ഡ് ആവാം. ഇത് അണ്ടർ ഫിറ്റിങ്ങിലോട്ടോ അല്ലെങ്കിൽ ഓവർ ഫിറ്റിലോട്ടോ ചിലപ്പോൾ നയിച്ചേക്കാം. ഇനി നമുക്ക് നോക്കാം, നമുക്ക് എങ്ങനെ നമ്മുടെ ടാസ്കുകളെ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അവിടെയാണ് ഡാറ്റയും മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളും ആപ്ലിക്കേഷൻസ് വരുന്നത്. നമുക്ക് പല ടാസ്കുകളുണ്ട്. നമുക്ക് ഇമേജ് റെക്കഗ്നിഷൻ വേണം, അല്ലെങ്കിൽ നേരത്തെ എക്സാമ്പിൾ തന്നെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് കാറിനെയും ബസ്സിനെയും തമ്മിൽ തിരിച്ചറിയാവുന്ന ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം വേണം. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് ലോട്ട് ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ അവൈലബിൾ ആയിരിക്കും അല്ലേ, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു അൽഗോരിതം വെച്ചിട്ട് ഈ ഡാറ്റയിലെ ഫീച്ചേഴ്സിനെ, അതായത് ഈ എക്സാമ്പിൾ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഡാറ്റയിലുള്ള ഫീച്ചേഴ്സിനെ ഉപയോഗിച്ച് നമ്മളൊരു അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്യും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ പ്രീവിയസ് എക്സാമ്പിൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. പലപ്പോഴും ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും പ്രോബ്ലത്തിൽ നമ്മൾ ഫീച്ചേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കാർ വേഴ്സസ് ബസ് എന്നുള്ള പ്രോബ്ലത്തിൽ നമ്പർ ഓഫ് വീൽസ്, സൈസ്, നമ്പർ ഓഫ് വിൻഡോസ്, അങ്ങനെയുള്ള ഇതെല്ലാം ഫീച്ചറായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ എങ്ങനെയാണ് നമ്മൾ ഫീച്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഫീച്ചറിനെ വിഷ്വലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഫീച്ചർ സ്പേസിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു 3 ഡയമെൻഷണൽ ഫീച്ചർ സ്പേസ് ആണ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നേരത്തെ എക്സാമ്പിൾ കാറിന്റെ ഫീച്ചേഴ്സും ബസ്സിന്റെ ഫീച്ചേഴ്സും എന്താണെന്ന് നോക്കാം. കുറെ കാർ മോഡൽസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ വെയിറ്റ്, നമ്പർ ഓഫ് വീൽസ്, നമ്പർ ഓഫ് ഡോർ ഇവ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ ബസ് മോഡൽസ് കൊടുത്തിട്ടുണ്ട്, ബസ്സിന്റെ വെയിറ്റ്, നമ്പർ ഓഫ് വീൽസ്, നമ്പർ ഓഫ് ഡോർസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഒരു മാക്സിമം കാറിന്റെ വെയിറ്റും ഒരു ബസ്സിന്റെ മിനിമം വെയിറ്റും നമ്പർ ഓഫ് വീൽസ് വെച്ചിട്ടും നമ്പർ ഓഫ് ഡോർസ് വെച്ചിട്ടും എല്ലാം നമുക്കൊരു പാറ്റേൺ നമുക്ക് ഫീച്ചേഴ്സിന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഈ ഡാറ്റയെ വെച്ചിട്ട് നമ്മൾ ഈ ഫീച്ചർ സ്പേസിലേക്ക് ഇതിനെ പ്ലോട്ട് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് കാറിനെയും ബസ്സുകളെയും സെപ്പറേറ്റ് ഫീച്ചർ സ്പേസിൽ നമുക്ക് കാണാം. ഇങ്ങനെയായിരിക്കും നമ്മൾ ഒബ്ജക്റ്റുകളെ ഫീച്ചർ സ്പേസ് പ്ലോട്ട് ചെയ്താൽ കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. സോ എന്താണ്, നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു ലൈൻ ഉണ്ട്, അത് ഒരു പ്ലെയിൻ സ്പ്ലിറ്റിംഗ് ഫീച്ചർ സ്പേസ് ഇൻടു 2. ഈ ഫീച്ചർ സ്പേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ താഴത്തുള്ളതെല്ലാം കാറും മുകളിലുള്ളതെല്ലാം ബസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. എപ്പോഴും ഇത് സ്ട്രേറ്റ് ലൈൻ തന്നെ ആവണമെന്നില്ല. ഈ ഫീച്ചർ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്ട്രേറ്റ് ലൈൻ തന്നെ ആവണമെന്നില്ല. സോ ഇങ്ങനെ ക്ലാസിഫയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം എന്ന് നോക്കുക. സോ നേരത്തെ പറഞ്ഞ പോലെ പഴയ ഒരു കാറിന് വരികയാണെങ്കിൽ തന്നെ എപ്പോഴും അത് ഫീച്ചർ സ്പേസിൽ താഴെയായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ ഏത് ബസ്സിന്റെ മോഡൽ വരികയും ഫീച്ചർ സ്പേസിന് മുകളിലായിരിക്കും ഉള്ളത്. ഇങ്ങനെയാണ് നമ്മളുടെ ക്ലാസിഫയറിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മുടെ ക്ലാസിഫയറിൽ നമുക്ക് അറിയാവുന്ന ഒരു ഡാറ്റ തെറ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് റീട്രെയിനിങ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് നമ്മുടെ അൽഗോരിതത്തിന്റെ പെർഫോമൻസ് ഇവാലുവേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ടെസ്റ്റ് ഫേസ് വളരെ ക്രൂഷ്യലാണ്. നമ്മുടെ അൽഗോരിതത്തിന്റെ പെർഫോമൻസ് നോക്കിയനുസരിച്ച് എത്രത്തോളം പെർഫോമൻസ് ഉണ്ട്, എത്രത്തോളം ആക്യുറൻസി ഉണ്ട്, എത്രത്തോളം സ്പീഡ് ഉണ്ട് എന്നുള്ളതെല്ലാം ഒരു ക്രൈറ്റീരിയയാണ്. അപ്പോൾ സാധാരണ ടെസ്റ്റിംഗ് എന്നുള്ള സ്റ്റേജിലാണ് നമ്മൾ ഈ പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മെത്തേഡിൽ ട്രെയിനിങ് ഡാറ്റയെ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ സെറ്റിനെ ട്രെയിനിങ് ഡാറ്റയായിട്ടും ടെസ്റ്റ് ഡാറ്റയായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ട്രെയിനിങ് ഡാറ്റ എന്ന് പറയുന്നത് അൽഗോരിതത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയും ടെസ്റ്റ് ഡാറ്റ നമ്മുടെ പെർഫോമൻസ് ഇവാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. നോർമലി നമ്മൾ പെർഫോമൻസ് ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് മെഷേഴ്സ് ആണ് പ്രിസിഷൻ റീകോൾ, റൂട്ട് മീൻ സ്ക്വയർ എറർ തുടങ്ങിയവ. ഇത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അൽഗോരിതംസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഡാറ്റ പ്രോസസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇഷ്യൂസ് ആണ് ട്രീറ്റിംഗ് മിസ്സിംഗ് വാല്യൂസ്.
സോ നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള ഡാറ്റ സെറ്റിൽ പലപ്പോഴും നോയ്സി ആയിരിക്കും, കറക്റ്റ് ആയിരിക്കില്ല, പല മിസ്സിംഗ് വാല്യൂസും ഉണ്ടായിരിക്കാം. സോ അതിൽ നമ്മൾ ചെയ്യുന്നത് നൾ വാല്യൂസ് അല്ലെങ്കിൽ സീറോ വാല്യൂസ് NaN വാല്യൂസ് വരികയാണെങ്കിൽ അത്തരം റെക്കോർഡ്സ് എല്ലാം റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ അതിന് പകരം നൾ വാല്യൂവിന് പകരം ചില ഡീഫോൾട്ട് വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെന്റ് വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പത്തെ ട്രാൻസാക്ഷന്റെ ഒരു മീൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ മീൻ അവിടേക്ക് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മിസ്സിംഗ് വാല്യൂ ട്രീറ്റ്മെന്റിനുള്ള ഇത്. ഇതിന്റെ പ്രോഗ്രാമിംഗ് കോഡിങ്ങുകളും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഇതുവരെയുള്ള പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങളും സജഷൻസുകളും താഴെ കമന്റ് ചെയ്യാം. ഈ ക്ലാസ്സിലെ മറ്റ് വീഡിയോ സീരീസുകളും കൂടി കാണാൻ മറക്കരുത്. ഗുഡ് ബൈ.